എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയങ്ക വിലാസിനിയോട് പറയുകയാണ്, ഒന്നുമില്ല, മരിച്ചത് അഖില തന്നെയാണെന്ന് വിശ്വസിച്ച് എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുക. ശ്രീനി പറയുകയാണ്, അതെ, ഒരു ഭാവവ്യത്യാസവും കൂടാതെ എല്ലാത്തിനും മുന്നിൽ നിൽക്കണം, അല്ലെങ്കിൽ കൊലപാതകത്തിന് കൂട്ടുപ്രതിയാകേണ്ടി വരും, അത് മറക്കേണ്ട. അന്നേരം വിലാസിനി തെല്ലെന്ന് ഭയപ്പെടുന്നുണ്ട്. പ്രിയങ്ക പറയുകയാണ്, ഏതായാലും തൃച്ചംബരത്ത് കാര്യമറിഞ്ഞ് ആളുകൾ വന്നു തുടങ്ങുന്നതിന് മുൻപ് അവിടേക്ക് ചെല്ല്, ധൈര്യമായിട്ട് പോ, ചെല്ല് എന്ന് പറഞ്ഞ് വിലാസിനിയെ പറഞ്ഞു വിടുകയാണ് പ്രിയങ്ക. ശ്രീനി പറയുകയാണ്, പ്രിയങ്കെ, ബോഡി കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഭയപ്പെടണം. എന്തിന്? പ്രഥമ ദൃഷ്ടിയിൽ സംശയം തോന്നേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. ഏതായാലും നാളെ പോസ്റ്റ്മോർട്ടം ഏത് ഹോസ്പിറ്റലിലാണെന്ന് കണ്ടെത്തണം. ആദ്യം അതിന്റെ കാര്യങ്ങൾ നോക്കാം. ശ്രീയേട്ടൻ വണ്ടിയെടുക്കെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുബ്രഹ്മണ്യന്റെ വീടാണ്. ആനന്ദ് ഉറക്കെ നോ എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. ആനന്ദേന്ന് സുബ്രു വിളിക്കുകയാണ്. ആനന്ദ് പറയുകയാണ്, നോ, ഇല്ല, ഇല്ല സുബ്രു, നീ അറിഞ്ഞത് സത്യമല്ല. അമ്മ അങ്ങനെ ഏയ് ഏയ് എന്നൊക്കെ പറഞ്ഞ് വിതുമ്പുകയാണ് ആനന്ദ്. ഒരിക്കലും എന്റെ അമ്മ അങ്ങനെ ചെയ്യില്ല. സുബ്രു, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ. അത്രയും പറയുമ്പോഴേക്കും സുബ്രു പറയുകയാണ്, ആനന്ദ്, നീ ബഹളം വയ്ക്കരുത്. പോലീസ് ബോഡി ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. ആദ്യം എന്നെ വിശ്വസിക്ക്, സത്യം മനസ്സിലാക്ക്. അന്നേരം കല്യാണി അവിടേക്ക് വരികയാണ്. എന്താ? വലിയ കുഞ്ഞിന്റെ ശബ്ദം അടുക്കള വരെ കേട്ടല്ലോ. സുബ്രുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ സംഗതി? എന്താ വലിയ കുഞ്ഞെന്ന് ആനന്ദിനോട് ചോദിക്കുകയാണ്. എന്താ മുഖം വല്ലാണ്ടിരിക്കണേ? പിന്നീട് സുബ്രുവിനോട് ചോദിക്കുകയാണ്, എന്താ സുബ്രുവേട്ടാ, ഇനി ഞാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും? എന്താണെങ്കിലും എന്നോടൊന്ന് പറഞ്ഞൂടെ? സുബ്രു പറയുകയാണ്, കല്യാണി, അഖില ആന്റി. അപ്പോൾ കല്യാണി ചോദിക്കുന്നു, അഖില മാഡം? എന്താ സുബ്രുവേട്ട, ഒന്ന് തുറന്നു പറയ്. അന്നേരം ആനന്ദ് സങ്കടം കടിച്ചമർത്തുകയാണ്. അഖില മാഡം മരിച്ചു എന്ന് സുബ്രു പറയുകയാണ്. അന്നേരം കല്യാണി ഓടി ആനന്ദിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് വിളിക്കുകയാണ്, വലിയ കുഞ്ഞെ. അന്നേരം ആനന്ദ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ്. ആനന്ദ് എന്ന് വിളിച്ച് സുബ്രുവും കൂടെ പോകുന്നുണ്ട്. പിന്നീട് ആനന്ദ് പുറത്തേക്ക് പോയി കാറിൽ കയറുകയാണ്. അന്നേരം കല്യാണിയും പെട്ടെന്ന് പിൻസീറ്റിൽ കയറുന്നുണ്ട്. കാറിൽ കയറിയ ശേഷം ആനന്ദ് കല്യാണിയോട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാ? വലിയ കുഞ്ഞെ, ഞാനും വരുന്നു. നീ ഇപ്പോ വരണ്ട. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. വലിയ കുഞ്ഞെ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞാൽ ഞാൻ വരണ്ടേ? വലിയ കുഞ്ഞെ, എനിക്ക് അഖില മേഡത്തിനെ ഒന്ന് കാണണം. നിർത്ത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ആനന്ദ് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിൻസീറ്റിന്റെ ഡോർ തുറന്ന ശേഷം ആനന്ദ് കല്യാണിയോട് പറയുകയാണ്, നീ ഇറങ്ങ്. പറഞ്ഞത് കേട്ടില്ലേ, ഇറങ്ങാൻ. വലിയ കുഞ്ഞെ, ഞാനും വരുന്നുവെന്ന് സങ്കടത്തോടെ പറയുകയാണ് കല്യാണി. എന്തിന്? നീ ഇങ്ങോട്ട് ഇറങ്ങ്, ഞാൻ പറയുന്നത് അനുസരിക്ക്. കുഞ്ഞെന്ന് വിളിക്കുമ്പോൾ സുബ്രു പറയുകയാണ്, ആനന്ദ് കല്യാണിയും വന്നോട്ടെ. വീണ്ടും ദേഷ്യത്തോടെ ആനന്ദ് പറയുകയാണ്, നിന്നോടല്ലേ പറഞ്ഞത് വരണ്ടാന്ന്, ഇങ്ങോട്ട് ഇറങ്ങ്. സമനില തെറ്റി നിൽക്കുന്ന എന്നെ കൊണ്ട് അരുതാത്തതൊന്നും ചെയ്യിപ്പിക്കരുത്, ഇങ്ങോട്ട് ഇറങ്ങടി എന്നും പറഞ്ഞ് കല്യാണിയെ കാറിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളുകയാണ് ആനന്ദ്. അതിനുശേഷം ആനന്ദ് കാറിൽ കയറിയിട്ട് സുബ്രുവിനോട് കാർ എടുക്കാൻ പറയുന്നു. വണ്ടി എടുക്കാതിരിക്കുന്ന സുബ്രുവിനോട് വീണ്ടും ആനന്ദ് ദേഷ്യപ്പെടുകയാണ്, കാർ എടുക്കാൻ. പിന്നീട് അവർ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരമാണ്. അവിടെ അഖിലാണ്ടേശ്വരിയുടെ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. വിലാസിനി അവിടെ ഇരുന്ന് കരയുകയാണ്. വിലാസിനി പറയുകയാണ് കരഞ്ഞുകൊണ്ട്, എന്തിനാ നന്ദനെ ചേച്ചി ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്? അയ്യോ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ചേച്ചി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നന്ദന വിലാസിനിയെ നോക്കുകയാണ്. എന്തിനാ എന്റെ ദൈവങ്ങളെ എന്റെ ചേച്ചിയെ അങ്ങ് നേരത്തെ വിളിച്ചത്? ചേച്ചിക്ക് പകരം എന്നെ വിളിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴും വിലാസിനി ഇടം കണ്ണിട്ട് നന്ദനയെ നോക്കുകയാണ്. അയ്യോ എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? പേരക്കുട്ടികളെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കൊതിച്ച് കാത്തിരുന്നതാണ്. ആ കുഞ്ഞുങ്ങൾക്ക് മുത്തശ്ശിയെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും എന്റെ ദൈവങ്ങളെ? അടുത്തിരുന്ന വേറെ സ്ത്രീ പറയുകയാണ്, വിലാസിനി, കരഞ്ഞു വിളിച്ചാൽ പോയവര് മടങ്ങി വരുമോ? ഓരോരുത്തർക്കും ഓരോ സമയം എഴുതി വച്ചിട്ടുണ്ട്. അഖില മേഡത്തിന് സമയമായി എന്ന് വിചാരിച്ചാൽ മതി. വിലാസിനി വീണ്ടും പറയുകയാണ്, ഞാൻ എങ്ങനെ വിചാരിക്കും എന്റെ ദൈവങ്ങളെ? പിന്നീട് കാണിക്കുന്നത് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്ന ശിവരാമകൃഷ്ണനെയാണ്. നന്ദന ശിവരാമകൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, മോളെ, നിലവിളക്കും ചന്ദനത്തിരിയും എല്ലാം കൊളുത്തി വെച്ചില്ലേ? നിലവിളക്ക് കൊളുത്തി ആരതി ഒഴിഞ്ഞു വേണം അവളെ അകത്തേക്ക് കയറ്റാൻ. ദൂരയാത്ര കഴിഞ്ഞുള്ള വരവല്ലേ? അങ്കിൾ അകത്ത് വന്നിരിക്കുക എന്നും പറഞ്ഞ് ശിവരാമകൃഷ്ണനെ അകത്തേക്ക് വിളിക്കുകയാണ് നന്ദന. അതെങ്ങനെ ശരിയാവും? അഖില വരുമ്പോൾ ഞാൻ ഇവിടെ മുറ്റത്ത് തന്നെ ഉണ്ടാകണം. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി എന്നോട് പിണങ്ങാൻ. മോളെ, അരവിന്ദല്ലേ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുന്നത്? മോൾ അവനെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കുക. ചെല്ല് എന്നൊക്കെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. കൂടി നിന്നവരിൽ ഒരാൾ ചോദിക്കുകയാണ്, ബോഡി കൊണ്ടുവരാൻ എന്താ ഇത്ര താമസം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു വരണ്ടേ? മരിച്ചത് ചെറിയ ആളൊന്നും അല്ലല്ലോ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയല്ലേ VIP. അഖില മേഡത്തിന്റെ ആയതുകൊണ്ടാണ് താമസം. ഗവൺമെന്റിന്റെയൊക്കെ പ്രത്യേക നിർദ്ദേശം കാണും. ഒരു കംപ്ലൈന്റും വരാൻ പാടില്ലെന്ന്. മെഡിക്കൽ കോളേജിലല്ലേ പോസ്റ്റ്മോർട്ടം? അതെ. നേരം
അന്നേരം അവിടേക്ക് വേറൊരാൾ വരികയാണ്. അയാൾ ശിവരാമകൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ശിവരാമ, ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. അന്നേരം എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. ഈ അവസരത്തിൽ ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം. എന്താ അഖിലാണ്ടേശ്വരി മാഡത്തിന് സംഭവിച്ചത്? അന്നേരം പെട്ടെന്ന് ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, ചന്ദനമുട്ടിക്ക് ആരെയാണ് ഏർപ്പാട് ചെയ്തത്? അന്നേരം വന്നയാൾക്ക് ഒരു ഫോൺ വരികയാണ്. അയാൾ പറയുകയാണ്, ഞാൻ ഇവിടെ എത്തിയതേയുള്ളൂ. ഇല്ല, ബോഡി കൊണ്ടുവന്നിട്ടില്ല. ആളുകൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. സരോവർ പുരസ്കാര ജേതാവല്ലേ? ഉണ്ടാകും. ബോഡി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ശരിയെന്നാന്നും പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കുകയാണ്. നന്ദന ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് കരയുകയാണ്. ശിവരാമ, സഹദേവനെ അറിയിച്ചായിരുന്നോ? വീണ്ടും അയാൾ ചോദിക്കുകയാണ്. സഹദേവൻ ഇപ്പോൾ എന്ന് ആലോചിച്ചിട്ട് ശിവരാമകൃഷ്ണൻ പെട്ടെന്ന് സിഗരറ്റ് താഴേക്കെറിയുകയാണ്. സഹദേവൻ ഇപ്പോൾ വരും. വിളിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ശിവരാമകൃഷ്ണന്റെ ഈ അവസ്ഥ കണ്ട് നന്ദന ഏറെ സങ്കടപ്പെടുകയാണ്. അന്നേരം തൃച്ചംബരത്തേക്ക് ആനന്ദും സുബ്രുവും വരികയാണ്. മുകളിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം സുബ്രു പറയുകയാണ്, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, താഴെ വലിയ തിരക്കായിരിക്കും. ആനന്ദ് ബാ എന്നും പറഞ്ഞ് സുബ്രു ആനന്ദിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആനന്ദിനെയും സുബ്രുവിനെയും കണ്ടപ്പോൾ ഒരാൾ പറയുകയാണ്, ദേ ആനന്ദ് സാർ എത്തി. അപ്പോൾ ആനന്ദ് സാർ പോയില്ലേ ബോഡി കൊണ്ടുവരാനായിട്ട്? എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവര് തമ്മിൽ. എന്തു പ്രശ്നം? അമ്മയും മോനും തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ലായിരുന്നു. ആനന്ദിനെ കണ്ടപ്പോൾ ശിവരാമകൃഷ്ണൻ ദേഷ്യത്തോടെ നോക്കുകയാണ്. അപ്പോൾ അവിടെ കൂടി നിന്ന് ഒരാൾ പറയുകയാണ്, ഇപ്പോൾ കലിപ്പാവുമെന്നാണ് തോന്നുന്നത്. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, ആരാ? മനസ്സിലായില്ല. ഈ വീട്ടിലെ ഗൃഹനാഥനാണ് ഞാൻ. എന്റെ അനുവാദമില്ലാതെ ആരും അകത്തോട്ട് കയറരുത്. ഇപ്പോൾ എന്തു വേണം? അച്ഛ, അമ്മയെന്ന് വിതുമ്പിക്കൊണ്ട് പറയുകയാണ് ആനന്ദ്. രാമകൃഷ്ണൻ ചോദിക്കുകയാണ്, ആരുടെ അമ്മ? ഏതമ്മ? അന്നേരം അവിടെ നിന്ന് എല്ലാവരും അവരെ നോക്കുകയാണ്. വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നുവെന്നും പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് ശിവരാമകൃഷ്ണൻ. അന്നേരം വിലാസിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛ, ഞാൻ അമ്മയെ എന്ന് ആനന്ദ് പറയുമ്പോൾ ശിവരാമകൃഷ്ണൻ ദേഷ്യത്തോടെ പറയുകയാണ്, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണ് നീ അമ്മ എന്ന് ഉദ്ദേശിച്ചതെങ്കിൽ ആ അഖിലാണ്ടേശ്വരി നിന്റെ അമ്മയല്ല. അവൾ നിന്നെ പ്രസവിച്ചിട്ടില്ല എന്ന് അവളുടെ ഭർത്താവായ ഞാൻ പറയുന്നു. അച്ഛ എന്ന് വിളിക്കുകയാണ് ആനന്ദ്. ഇത് കേട്ട് പെട്ടെന്ന് നന്ദനയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വീണ്ടും ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഞാൻ പറയുന്നതിലപ്പുറമൊന്നും ഈ വീട്ടിൽ നടക്കില്ല. സങ്കടത്തോടെ ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എപ്പോൾ തോന്നി അഖില നിന്റെ അമ്മയാണെന്ന്? ആഗ്രഹിച്ച മരണം നടന്നു കഴിഞ്ഞപ്പോഴോ? അതോ ഭാര്യ പറഞ്ഞോ അഖില നിന്റെ അമ്മയാണെന്ന്? അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകാതെ വന്നിട്ട് കുറച്ചു നാളായി. കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായിട്ടും തലേണ മന്ത്രം എന്താണെന്ന് എനിക്കിതുവരെ അറിയില്ല. പക്ഷെ നീ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, എവിടെ? കൂടെ വന്നില്ലേ? കല്യാണി പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിലല്ല, യമലോകത്താണ്. അവളുടെ പരാതി യമലോകം സ്വീകരിച്ചു. എന്റെ അഖിലയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വിതുമ്പുകയാണ് ശിവരാമകൃഷ്ണൻ. അഖില നിന്റെ അമ്മയാണെന്ന് നീ കരുതിയിരുന്നെങ്കിൽ, നീ അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആള് കൂടി നിൽക്കില്ലായിരുന്നു. അഖില ഉദരത്തിലും പിന്നീട് അവളുടെ ഹൃദയത്തിലും സൂക്ഷിച്ചിരുന്ന അവൾ നിനക്ക് പെറ്റമ്മയാണെന്ന് തോന്നിയിരുന്നെങ്കിൽ നീയും നിന്റെ ഭാര്യയും കൂടി അവൾക്കെതിരെ കേസ് കൊടുക്കുമായിരുന്നോ? പോലീസുകാരെ വിട്ട് അവളെ നാണം കെടുത്തുമായിരുന്നോ? അങ്കിളെ, ഈ സമയത്ത് ഇങ്ങനെയെന്ന് സുബ്രു ചോദിക്കുകയാണ്. ഏത് സമയത്ത് എന്നൊക്കെ പറഞ്ഞ് അലറുകയാണ് ശിവരാമകൃഷ്ണൻ. വീണ്ടും ആനന്ദിനെ കൂട്ടി ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഇത്രയും നാളും ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ വാദിച്ചതും. പക്ഷെ ഇപ്പോഴെങ്കിലും ഈ സമയത്തെങ്കിലും എനിക്ക് അവളുടെ പക്ഷത്ത് നിൽക്കണം. അഖില എന്നെക്കാളേറെ സ്നേഹിച്ചത് ഇവനെയാണ്. അവൾ ഇവനെ അമ്മ മകനായിട്ടാണ് വളർത്തിയത്. പക്ഷെ ഇവൻ വളർന്നപ്പോൾ ഒരു കാമുകനായി മാറുകയായിരുന്നു. കാമുകിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ അവൻ അമ്മയെ മറന്നു. എല്ലാത്തിനും ഇവന്റെ കൂടെ നിന്ന ഞാൻ വിഡ്ഢി, കോമാളി എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശിവരാമകൃഷ്ണൻ. ആനന്ദ് വിളിക്കുന്നു, അച്ഛാ നിർത്ത്. ഈ നിമിഷം തൊട്ട് എന്റെ മരണം വരെ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. അഖിലയുടെ മൃതശരീരം കാണാനാണ് ഇപ്പോൾ നീ ഇവിടെ വന്നതെങ്കിൽ അത് നടക്കില്ല. നീ അതിനെ ശ്രമിക്കണ്ട. ഞാൻ അതിന് അനുവദിക്കില്ല. മരിച്ചതിന് ശേഷമല്ല ആദരവ് കാണിക്കേണ്ടത്, മരിക്കുന്നതിന് മുൻപാണ്. നിന്റെ ദൃഷ്ടി അവളുടെ മൃതശരീരത്തിന്റെ മുഖത്ത് പതിഞ്ഞാൽ അവളുടെ ആത്മാവത് പൊറുക്കില്ല. എനിക്കറിയാം എന്റെ അഖിലയെ. അവൾ വരാറായി. അവൾ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാകരുത്. തിരിച്ചുപോ എന്ന് പറയുകയാണ് ശിവരാമകൃഷ്ണൻ. എന്താ പറഞ്ഞത് കേട്ടില്ലേ? എടാ, നിന്റെ ആരും ഇവിടെ ഇല്ല എന്ന് സുബ്രു പറയുകയാണ്. അങ്കിളെ, ആനന്ദിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അങ്കിള് മനസ്സിലാക്കണം. എന്റെ മാനസികാവസ്ഥ എന്താണ് സുബ്രു മനസ്സിലാക്കാത്തത്? എല്ലാത്തിനും ഇവന്റെ കൂടെ നിന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവനല്ലേ സുബ്രു. അവന്റെ അമ്മയുടെ ജീവൻ വെച്ച് കളിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? ആരുടെയും മധ്യസ്ഥത ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ട. ഞാൻ കേൾക്കുകയുമില്ല, അനുസരിക്കുകയുമില്ല. പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ട് എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എത്ര പക്വതയാർജിച്ചാലും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയേക്കാവുന്ന മാനസികാവസ്ഥയിലാണ് എന്റെ നിൽപ്പ്. എന്നെ ഒന്നിനും പ്രേരിപ്പിക്കരുത്. സുബ്രു പറയുകയാണ്, എല്ലാം മനസ്സിലാവും അങ്കിളെ. എന്ന് വെച്ച് ആനന്ദിന് അവന്റെ അമ്മയെ കണ്ടുവിടാന്നുണ്ടോ? രാമകൃഷ്ണൻ ദേഷ്യത്തോടെ പറയുകയാണ്, കാണണ്ട.
കാണണ്ടെന്ന് വെച്ചാൽ കാണേണ്ട. വാച്ചൊക്കെ നോക്കി ശിവരാമകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, എന്താ വൈകുന്നത്? തുന്നിക്കെട്ടി തീർന്നിട്ടുണ്ടാവില്ല, അതായിരിക്കും ഇത്ര നേരമായിട്ടും കൊണ്ടുവരാത്തത്. വീണ്ടും സുബ്രുവിനോട് ആനന്ദിനെ ചൂണ്ടി പറയുകയാണ്, എല്ലാത്തിനും ദേ ഇവൻ ഒറ്റ ഒരുത്തനാണ് കാരണം. സുബ്രു പറയുകയാണ്, അങ്കിളെ ഒരു കാര്യം ഓർക്കണം, അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത് മൂത്ത മകനാണ്, അത് മറ്റൊരാൾക്കും പറ്റില്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊന്നും സുബ്രുവിന് മനസ്സിലായില്ലേ? ഇവന്റെ അമ്മയെ കൊന്നവനാണ്. അമ്മയെ കൊന്നവൻ അമ്മയുടെ ചിതയിൽ തീ കൊളുത്തണ്ട. ഇതൊക്കെ കേട്ട് സങ്കടം സഹിക്കാനാവാതെ നിൽക്കുകയാണ് ആനന്ദ്. ഇറങ്ങടാ, ഇറങ്ങിപ്പോകാനെന്നും പറഞ്ഞ് ആനന്ദിനെ പിടിച്ചു തള്ളുകയാണ് ശിവരാമകൃഷ്ണൻ. പെട്ടെന്ന് നന്ദന എന്ന് പറയുകയാണ്, അങ്കിളെ ഇതൊരു മരണ വീടാണ്, ആളുകള് ശ്രദ്ധിക്കും. അങ്കിളിന് ഇതെന്താ പറ്റിയത്? ശിവരാമകൃഷ്ണൻ പറയുകയാണ്, വന്നിരിക്കുക അവൻ കഴുകനെ പോലെ, അവളുടെ ശവശരീരം കൂടി കൊത്തിവലിക്കാൻ. നിറ കണ്ണുകളോടെ നിൽക്കുകയാണ് ആനന്ദ്. ശിവരാമകൃഷ്ണൻ വീണ്ടും കലിപൊണ്ടു പറയുകയാണ്, ഇറങ്ങടാ ഇറങ്ങ്, എനിക്ക് ഇങ്ങനെയൊരു മകൻ ഇല്ല. ജീവനറ്റ ശരീരമാണെങ്കിലും നിന്റെ മുഖം കണ്ടുപോയാൽ മരണലോകത്തു പോലും അവൾക്ക് ഗതി കിട്ടില്ല. അച്ഛ എന്ന് ആനന്ദ് വിളിക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ ആനന്ദിനെ പിടിച്ച് തള്ളുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുബ്രു ചെന്ന് ആനന്ദിനെ ഓടിപ്പിടിക്കുകയാണ്. അന്നേരം ആംബുലൻസ് തൃച്ചംബരത്തേക്ക് വരികയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്